എന്തിനാച്ചാ ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്നേ? എന്താ മോളെ? നൂലുകെട്ടിന്റെ ആഘോഷം കഴിഞ്ഞ് അയാൾ ഇവിടെ എത്തി, കുഞ്ഞിന്റെ അച്ഛൻ. ഓ, അപ്പൊ എത്തിയോ? മോഹിനി നേരത്തെ ഇവിടെ വന്നായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ലാന്ന്. പറ്റുമെന്നൊക്കെയാ ഞാൻ പറഞ്ഞു വിട്ടവര് പറയുന്നത്. ആ ഭസ്മം ശ്വസിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ കാര്യം നടക്കുന്നാണല്ലോ ഞാൻ അവസാനമായിട്ട് വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ 5 മിനിറ്റ് പോയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. മോളെ, അത് അവര് എന്നോട് പറഞ്ഞതാ. ശരിക്കും അച്ഛൻ അങ്ങോട്ടേക്ക് ആരെങ്കിലും വിട്ടായിരുന്നോ? അയ്യോ, മോളാണ് സത്യം. ഞാൻ വിട്ടായിരുന്നു മോളെ. ഇനി എന്നെ പിടിച്ച് സത്യം ചെയ്, കുഞ്ഞിന് പകരം ഞാൻ ചത്തുപോട്ടെ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മോളെ. പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? എന്നെ പിടിച്ച് കള്ളസത്യമല്ലേ ചെയ്യുന്നത്? മോളെ, ഒന്നും പറയണ്ട. ശത്രുക്കളുടെ സന്തോഷം കാണാനാ എന്റെ വിധി. ശരിക്കും കിട്ടിയോടാ? കിട്ടി. കണ്ണനും തിരിച്ച് കമലേശ്വരത്ത് എത്തിയെന്നാ മോള് പറഞ്ഞു. ഒരുത്തൻ അവിടെ എത്തി, ഒരുത്തി ഇവിടെ എത്തി. എവിടെ എത്താതെ നിൽക്കുന്നത് നമ്മളാ. ഡാ, നീ ഒരു കാര്യം സമ്മതിക്കണം. നിന്റെ മരുമോനാണ് നീ. എന്നുവെച്ചാ? നീയും മണ്ടനാണെന്ന്. നിങ്ങൾ രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള പേരാണ് മണ്ടൻ. അതെങ്കിലും സമ്മതിച്ചില്ലെങ്കിലേ നിന്റെ കർണോടിച്ച് പുകയ്ക്കും ഞാൻ. ഈ സമയത്ത് ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. പറയല്ല, ഞാൻ പറഞ്ഞത് ചെയ്യാണ് വേണ്ടത്. ഡാ, നിന്റെ മരുമോനുണ്ടല്ലോ, അവൻ നിന്റെ അത്രയും ബുദ്ധിയില്ലാത്തവനല്ല. അതുകൊണ്ടാണ് എന്നെ പോലെ ബുദ്ധിയുള്ള ഒരുത്തിയുടെ കയ്യിൽ നിന്ന് അവൻ സകലത് എഴുതി വാങ്ങിച്ചത്. അതുപോലൊരു മണ്ടത്തരം ഞാൻ പോലും കാണിക്കത്തില്ല അമ്മേ. നിന്റെ മോളുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിനാരെങ്കിലും സ്വത്ത് എഴുതി കൊടുക്കൂ അമ്മേ? കയ്യിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് കൊടുക്കൂ? എന്റെ പൊന്നു പ്രതാപ, നീ ജയിലിലേക്ക് പോയപ്പോ എന്റെ സമനില അങ്ങ് തെറ്റിയടാ. നീ ലോക്കപ്പിൽ പോയതിനു ശേഷമല്ലേ മോൾക്ക് വിശേഷം ഉണ്ടെന്നറിയുന്നത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും മോൾ ഉണ്ണിയുടെ കൂടെ തിരിച്ചു പോയാ മതിയെന്നായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പൊ പൈസ ഏതൊക്കെ വഴിക്കാ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇപ്പോഴും വേണ്ടി കൊടുത്തല്ലോ ഒരുത്തന്, അതും പോയി. ഞാനൊന്ന് അവരെ വിളിക്കട്ടെ. ഇനി എന്റെ ദേഹത്തും ഇതുപോലെ ചെറു ചൂടുള്ള എണ്ണയിട്ട് തരണേ. ആ, തടവ് തടവ്. ആരാ നോക്ക്. ആരാ? അയ്യോ, അങ്ങേരാ, ആ പ്രതാപൻ. താൻ തന്നെ അയാളോട് എന്താന്ന് വെച്ചാ പറയടോ സ്വാമി. ഞാനെന്ത് പറയാനാ? എന്തെങ്കിലും പറയടോ കള്ള സ്വാമി. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ടും. ഹലോ സാറേ. 5 മിനിറ്റ് കൊണ്ട് തീരുവെന്ന് പറഞ്ഞ കുഞ്ഞ് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ലെന്നാ കേട്ടെ. തീർന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ. ആരായി സംസാരിക്കുന്നേ? ആ കള്ളസ്വാമിയാണോ അതോ ഒട്ടുപാലയോ? ഒട്ടുപാല് ദിനേശനെ എണ്ണ തേച്ച് കിടത്തിയിരിക്കുക. മിക്കവാറും നിന്നെ ഞാൻ എണ്ണത്തോടി കിടത്തും. കേട്ടാ, അന്തരീക്ഷത്തിന്റെ ഭസ്മം എടുത്തിട്ട് നീ ആരുടെ ദേഹത്തോട്ടാ വിതറിയത്? സാറേ, സത്യമായിട്ടും ആ കുഞ്ഞിന്റെ നെറ്റിയിലും മൂക്കിലുമൊക്കെ ഞാനത് പിടിപ്പിച്ചു കൊടുത്തതാന്നേ. എന്നിട്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞ് പലരും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി. ജീവനോടെ ഉള്ള കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചിട്ട്. എന്റെ ജീവിതത്തിലെ ഇത് ആദ്യത്തെ സംഭവം സാറേ. എല്ലായിടത്തും നീ ഇത് തന്നെയായിരിക്കും പറയുന്നത്. കാര്യം നടക്കാതെ ആവുമ്പോ ആദ്യത്തെ സംഭവമാണെന്ന്. സാറേ, ആളുകളെ പറ്റിക്കാതെ അധ്വാനിച്ച് ജീവിക്കടാ. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. സാറേ, ഞാനൊരാണാണ് സാറേ. എനിക്ക് നല്ല സംശയമുണ്ട്. അത് എന്തായാലും എണ്ണത്തോണി കിടക്കുന്ന അവനോട് പറഞ്ഞേക്ക് ഞാൻ തന്ന അഡ്വാൻസ് കൈപ്പറ്റാൻ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളത്. അയാൾ അഡ്വാൻസ് വാങ്ങിക്കാൻ വരുമെന്നാ പറഞ്ഞത്. അങ്ങനെ വന്നാലേ അവന്റെ കൊട്ടേഷൻ നമ്മളങ്ങ് ഏറ്റെടുക്കത്തില്ലേ?
പിന്നല്ല. പ്രതാപ, അവന്മാരെന്താ പറയുന്നത്? കൊട്ടേഷൻ ഏറ്റെടുത്തവനെ എണ്ണയെ കുളിച്ച് കിടക്കാണെന്ന്. ആ, നീ കാശ് എണ്ണി കൊടുത്തതല്ലേ, അപ്പൊ അവര് എണ്ണയിലോ പനിനീരിലോ ഒക്കെ കുളിച്ചു കിടക്കട്ടെ. എന്തായാലും ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ മോക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കണമേ.